ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു കാരമൽ ടീയുടെ ഒരു വീഡിയോ ആണ് ഇടുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 4 മണിക്ക് തിളപ്പിച്ച പുറത്തു നിന്ന് ഇങ്ങനെ ഒരു ചായ അങ്ങ് തിളപ്പിച്ചാലോ, കാരാമിൽക്ക് ടീ. അതായത് ഞാൻ കാരമൽ ടീ എന്നും പറയും, കാരാമിൽക്ക് ടീ എന്നും പറയും. ഞാൻ പഞ്ചസാര ഡയറക്റ്റ് ഉരുക്കിയിട്ട് പാൽ അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ഓക്കെ, പഞ്ചസാരയൊക്കെ ഇതേ നന്നായിട്ട് ഒഴുകി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ അകത്തോട്ട് 1 കപ്പ് പാലും 1/2 കപ്പ് വെള്ളം എടുക്കുന്നുള്ളൂ. ഞങ്ങൾക്ക് 2 പേർക്ക് ഉള്ള ചായക്കാണ് എടുക്കുന്നത്. ആ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഒരു ഏലക്ക ഇടുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കാരണം എന്നാ വെച്ചാൽ ആ പഞ്ചസാര ഉരുകിയത് അതിൻ്റെ അകത്ത് കട്ടയായിട്ടാണ് കിടക്കുന്നത്. അത് പാല് ചൂടാകുന്നതനുസരിച്ച് അത് നല്ലതായിട്ട് മെൽറ്റ് ആയിക്കോളും കേട്ടോ. ഉരുകി നല്ല ഇത് വന്നോളും. എന്നിട്ട് നമുക്ക് തേയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ സ്പൂൺ, ഒരു ചെറിയ സ്പൂൺ, 1.5 സ്പൂൺ തേയില എടുത്തിട്ടുള്ളൂ. കടുപ്പം വേണ്ടവർക്ക് അത് ഇച്ചിരി കൂടെ എടുക്കാം. ഇനി നമുക്ക് തേയില ഇതുമൊക്കെ കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ അത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് നല്ലതായിട്ട് തിളയ്ക്കണം. പൊടിത്തൈല ആകുമ്പോഴത്തേനും നമുക്ക് ഇച്ചിരി കൂടെ നേരത്തെ നമുക്ക് ചായ എടുക്കാൻ പറ്റും. ഇത് ഇച്ചിരി തരിതരി തേയിലയും കൂടെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് തിളച്ച് അതിൻ്റെ ഇതെല്ലാം ഗ്രേവി എല്ലാം ഇറങ്ങണം. അങ്ങനെ നമ്മുടെ ചായ നല്ലതായിട്ട് തിളച്ച് തുടങ്ങി. ചായ തിളച്ച ഉടനെ വാങ്ങരുത് കേട്ടോ. തിളച്ച് കഴിയുമ്പോഴത്തേക്കിന് നമ്മളത് തവി കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ആ തേയില അവിടെ കിടന്ന് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച് അതിൻ്റെ ആ പറഞ്ഞല്ലോ എസൻസ് എല്ലാം ഇറങ്ങണം. ഇറങ്ങി കഴിയുമ്പോഴത്തേന് നമുക്ക് നല്ല അടിപൊളി ഇത് നമുക്ക് കാണാം. കളർ ചേഞ്ച് വരും. ആ സമയത്ത് നമ്മൾ ചായ വാങ്ങാം. ഓക്കെ അപ്പം നമ്മുടെ കാരാമിൽക്ക് ടീ റെഡിയായി. കാണിച്ചു കൊടുത്ത് വെറൈറ്റി ചായ കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും. അറിയാം എല്ലാവർക്കും, എന്നാലും ഞാനൊന്ന് ഉണ്ടാക്കിയപ്പോൾ ഓർത്തു നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഏലക്കയുടെ ഒക്കെ മണം വരുന്നത്. ഇനി നമുക്ക് ടെസ്റ്ററൊക്കെ ഒന്ന് കുടിപ്പിക്കാം. ചൂടുണ്ടേ, അപ്പോൾ കുടിച്ചു നോക്കിയിട്ടൊന്ന് അഭിപ്രായം പറ. കുടിക്കാറുണ്ട്, എന്നാലും ഇന്നത്തെ എങ്ങനെയുണ്ടെന്ന് സാധാരണ നമ്മുടെ ചായക്കാൽ ഒരു പ്രത്യേക രുചിയുണ്ടല്ലേ. ഇതൊന്നുമില്ലെന്നേ, പഞ്ചസാര പാനി കാച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് പാലൊഴിച്ചിട്ട് ഏലക്കായും ഒക്കെ. ഞാൻ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ പിന്നെ നിങ്ങൾക്കൊക്കെ തന്നെ വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ചായ ഇവിടെ റെഡിയായി. പിന്നെ കടുപ്പം വേണ്ടവർക്ക് കുറച്ചിടാം കേട്ടോ. ഞങ്ങൾക്കായിട്ടുള്ള കടുപ്പത്തിലേ ഇട്ടുള്ളൂ. എനിക്ക് ഇച്ചിരി കൂടെ കടുപ്പം ഇഷ്ടമാണ്. ഓക്കെ, സൂപ്പർ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അല്ലേ.